ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് ആ കമ്പനിക്ക് US ഒരു സാവകാശം നൽകിയിരിക്കുകയായിരുന്നു. ഒരു ഭീഷണിയാണ്. അതായത് 45 ദിവസം തരാം, ഉടനടി ഇവിടുന്ന് പാക്ക് ചെയ്ത് പോയിക്കൊള്ളണം. എവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനിൽ നിന്ന്, ചാബഹാർ പോർട്ടിൽ നിന്ന്. 2014 ഇന്ത്യ അതിൻ്റെ നിയന്ത്രണം ഇറാനിൽ നിന്ന് വാങ്ങുന്നത്, ഒപ്പുവെക്കുന്നത്. 10 വർഷത്തെ കരാറായിരുന്നു. 2018 നിയന്ത്രണം ഏറ്റെടുക്കുന്നു. വലിയ കോടികളാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം എങ്ങനെയാണ് ഈ ഉപരോധം വന്നിരിക്കുന്നത്? ഉപരോധം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. സെപ്റ്റംബർ 29 എൻ്റെ ഡെഡ് ലൈൻ. അപ്പോൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ 2-3 ദിവസം കൂടിയായി. ഇപ്പോൾ ആ 45 ദിവസത്തിൽ 1-2 ദിവസം കൂടി കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഇനി നമ്മൾ അവിടുന്ന് കൂടും കുടുക്കിയെടുത്ത് ഇറങ്ങേണ്ട അവസ്ഥയാണ്. ഏകദേശം 10-4,000 കോടി രൂപ വെള്ളത്തിൽ കിടക്കുകയാണ്. അപ്പോൾ ഇത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി, നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത തിരിച്ചടിയാണ്. കാര്യം നമ്മൾ ഇതുവരെ മുടക്കിയ ഇത്രയും വലിയ പണം, അതിൻ്റെ കാര്യത്തിൽ നമുക്ക് വലിയ ആശങ്കയുണ്ട്. 2, ഒന്നുകിൽ നമുക്ക് ഈ പണം പോകും, അല്ലെങ്കിൽ അമേരിക്കയെ പിണക്കണം. ഇത് ഏതെങ്കിലും ഒന്ന് നടക്കും. ഇപ്പോൾ ഇത് അന്താരാഷ്ട്ര നിരീക്ഷകർ ഇപ്പോൾ വിലയിരുത്തുന്നത് അമേരിക്ക ഇന്ത്യയായിട്ട് അത്ര സുഖകരമായ ബന്ധമല്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ അമേരിക്കയെ പിണക്കിക്കൊണ്ട് ഈ ചബഹാർ തുറമുഖ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ അമേരിക്കയെ പിണക്കുമ്പോൾ ഒരു കാര്യം കൂടി അവിടെ സംഭവിക്കും, നമ്മൾ ഇറാനെ കൂട്ടുകൂടും. കാര്യം ഇത് ഇറാൻ്റെ തീരത്ത് ഒരു കൃത്യം പറഞ്ഞാൽ അവിടെ ഒരു സമുദ്ര തീരത്ത് 2 ചെറിയ തുറമുഖങ്ങൾ, അവിടെ പ്രധാന തുറമുഖം എന്ന് പറയുന്ന ചബഹാർ അല്ല. ചബഹാറിൽ ഇന്ത്യ പണിയുന്നത് ചബഹാറിലെ ഒരു ഉപ തുറമുഖമാണ്. ചബഹാർ എന്ന് പറയുന്നത് വലിയൊരു പോർട്ടാണ്. അപ്പോൾ അതിൽ 2 ചെറിയ ചെറിയ പോർട്ടുകളുണ്ട്. അതൊന്ന് കലന്താരി എന്ന് പറയുന്ന ഒരു തുറമുഖവും, പിന്നൊന്ന് ഷഹീദ് ബഹേഷ്തി എന്ന് പറയുന്ന ഒരു തുറമുഖം. ഈ ഷഹീദ് ബഹേഷ്തി എന്ന് പറയുന്ന ഈ തുറമുഖമാണ് ഇന്ത്യ 2003 അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ അത് ഏറ്റെടുത്ത് ഇന്ത്യ നവീകരിച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഈ പറയുന്ന ഷഹീദ് ബഹേഷ്തി എന്ന് പറയുന്ന തുറമുഖത്തിൽ 5 ബെർത്തുകളെ ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ 10 ആക്കി. അപ്പോൾ അതിലൊരു ബെർത്ത് ഇന്ത്യ ഈ കണ്ടെയ്നർ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 600 മീറ്റർ വരുന്ന ഒരു വലിയൊരു ബെർത്താക്കി അത് മാറ്റി. അപ്പോൾ ഇതിനെല്ലാം കൂടി വേണ്ടിയിട്ടാണ് ഇന്ത്യക്ക് പലപ്പോഴായിട്ട് ഒരു 10-4,000 കോടി രൂപ ഇപ്പോൾ മൊത്തം ചിലവായിട്ടുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യ അനുസരിക്കും? അല്ല, ഇത് ഉപരോധം എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്നതാണ്. അതായത് ഇറാനും അമേരിക്കയുമായിട്ട് ആണവ നിർവ്യാപന കരാറുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ വ്യവസ്ഥകൾ ഇറാൻ പാലിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ മൊത്തത്തിൽ ഉപരോധം പ്രഖ്യാപിച്ചതാണ്. പക്ഷേ അതിൽ ഈ ഒരു തുറമുഖം മാത്രം അമേരിക്ക ഒഴിവാക്കി കൊടുത്തു. അത് ഇന്ത്യയോടുള്ള സ്നേഹം മൂത്തിട്ടൊന്നും അല്ല, അതിന് അമേരിക്കയ്ക്ക് കൃത്യമായ താല്പര്യമുണ്ട്. കാര്യം ഈ തുറമുഖവും അഫ്ഗാനിസ്ഥാനുമായിട്ട് 200 കിലോമീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ ആ സമയത്ത് അമേരിക്കൻ ഭരണകൂടമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 1919 കാലഘട്ടത്തിൽ അതെ ഈ ചബഹാർ തുറമുഖത്തിന് എല്ലാ ആനുകൂല്യങ്ങളും അവിടെ തന്നു. പക്ഷേ 2021 അമേരിക്കൻ ഭരണകൂടം അവിടെ നിന്ന് പോയി, താലിബാൻ അധികാരത്തിൽ വന്നു. ഇനി ആ ഇളവ് അവിടെ ചെയ്തു കൊടുത്തിട്ട് അമേരിക്കയ്ക്ക് യാതൊരു നേട്ടവും ഇല്ല. നേട്ടം ഉണ്ടാകുന്നത് ഇന്ത്യക്കാണ്. കാര്യം ഇന്ത്യ എന്തുകൊണ്ട് ഇറാനിൽ പോയി ഒരു തുറമുഖം പണിതു? കാശിരുന്ന് എന്ത് ചെയ്യണമെന്നറിയാൻ മേലാതെ കുറേ കാശ് കൊണ്ട് കൊടുക്കാം എന്ന് കരുതിയിട്ടല്ല. ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഈ പാകിസ്ഥാൻ ചൈനയുടെ പിന്തുണയോടുകൂടി ഈ ബലൂചിസ്ഥാൻ്റെ തൊട്ടടുത്ത് ഗദ്വാർ എന്ന് പറയുന്ന ഒരു തുറമുഖം പണിയുന്നുണ്ട്. അത് ചൈനയ്ക്ക് വളരെ തന്ത്രപ്രധാന സംഗതിയാണ്. പാകിസ്ഥാനും അതുകൊണ്ടുള്ള ഗുണമുണ്ട്. അപ്പോൾ ഇത് മറികടന്നിട്ട് വേണം, അല്ലെങ്കിൽ ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനിലോട്ടോ അല്ലെങ്കിൽ അതുവഴി മിഡിൽ ഈസ്റ്റിലോട്ടോ പോകണമെങ്കിൽ ഒന്നെങ്കിൽ ചൈനയുടെയോ പാകിസ്ഥാൻ്റെ ഔദാര്യം വേണം. പക്ഷേ ഈ ഒരു തുറമുഖം സാധ്യമാകുന്നതോടുകൂടി നമുക്ക് അഫ്ഗാനിസ്ഥാൻ വഴി ഈ മിഡിൽ ഈസ്റ്റോടോ അതുവഴി മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളോടൊക്കെ ബന്ധപ്പെടാനാണ് ഇപ്പോൾ താലിബാൻ ഭരണകൂടമൊക്കെ ആയിട്ട് കൈകൊടുക്കുന്ന എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററെ ജയശങ്കർ വിളിക്കുന്നതൊക്കെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അല്ല, അത് താലിബാനുമായിട്ട് നമ്മൾ ഒരു തന്ത്രപരമായ നയതന്ത്ര ബന്ധമല്ല, തന്ത്രപരമായ ഒരു ബന്ധമാണ് സൂചിപ്പിക്കുന്നത്. അതിന് കാരണമുണ്ട്. ഇത് മാത്രമല്ല, ഈ താലിബാനും പാകിസ്ഥാനുമായിട്ട് അടിയോടടിയാണ്. ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാനെ ഒരു പരിധിവരെ പിന്തുണച്ചിരുന്ന ആൾക്കാരാണ് പാകിസ്ഥാൻകാർ. പിന്നീട് അത് മാറി. അതായത് പാകിസ്ഥാനെ അടിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് താലിബാനെ ഇന്ത്യ ശത്രുവിൻ്റെ ശത്രുമിത്രം. അതെ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അഫ്ഗാനിസ്ഥാനോടോ താലിബാനോടോ നമുക്ക് ഒരു അനുകമ്പയും ഇല്ല. ആ ഒരു തരത്തിൽ ഒരു സൗഹൃദ രാഷ്ട്രത്തോട് കാണിക്കുന്ന തരത്തിലുള്ള യാതൊരു സമീപനവും ഇല്ല. ഇന്ത്യയെ സംബന്ധിച്ച് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് പാകിസ്ഥാനോട് വിരോധമുള്ള ഒരു രാഷ്ട്രമാണ്. അതുമാത്രമല്ല, അവിടെ നിരവധി നിക്ഷേപ സാധ്യതകളുള്ള ഒരു സ്ഥലം കൂടിയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണികളൊക്കെ ഒന്നും വഴങ്ങാത്ത സാഹചര്യമാണ് ഇന്ത്യ ഉള്ളത്. പ്രധാനമായിട്ടും തീരുവ കുറക്കണം എന്ന് കുറേയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ ഇങ്ങനെ ഒരു ഉപരോധം വന്നത് ഇതിൻ്റെയും കൂടി പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കിക്കാണേണ്ട ഒന്നാണ്. ഇത് അനുസരിക്കുമോ? ഈ ഉപരോധം പ്രാബല്യത്തിൽ വന്നു, പക്ഷെ അവിടുന്ന് പോകാനായിട്ട് ഇന്ത്യ തയ്യാറാവുന്നില്ല. എന്ത് സംഭവിക്കും? തയ്യാറാകില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിലവിൽ അവിടെ ഏകദേശം 100 മെട്രിക് ടൺ സാധനങ്ങൾ കയറ്റി ഇറക്കുമതി ചെയ്യാനായിട്ടുള്ള സംവിധാനമുള്ള ഒരു പോർട്ടാണിത്. അവിടെ ഈ അമേരിക്കൻ ഉപരോധം നേരത്തെ മുതൽ ഉള്ളതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക വിദേശ കമ്പനികളുടെ കപ്പലുകളും അങ്ങോട്ട് അടുക്കാറില്ല. ഏതാണ്ട് അതിൻ്റെ ശേഷിയുടെ 10% മാത്രമേ നമുക്ക് ഈ തുറമുഖം കൊണ്ട് ഇതുവരെ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇന്ത്യയോടുള്ള വിരോധം കൊണ്ടല്ല, നേരത്തെ ഇറാനോടുള്ള വിരോധം കൊണ്ട് ഏർപ്പെടുത്തിയ ഉപരോധമാണ്. അതിൻ്റെ കുഴപ്പം ഈ തുറമുഖത്തേക്ക് വരുന്ന കപ്പൽ കമ്പനികളെ അന്താരാഷ്ട്ര സമൂഹം വിലക്കും, അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ മറ്റോ ഹെഡ് ഓഫീസുള്ള കപ്പൽ ശൃംഖലകൾ ഈ പോർട്ട് അവർ ഒഴിവാക്കും. കാര്യം അവർക്ക് നിയമപരമായി അവിടെ ആക്സസ് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ആ പോർട്ടിലോട്ട് പോകുന്ന കപ്പലുകൾക്ക് ഇൻഷുറൻസ് അടക്കമുള്ള, ഇപ്പോൾ കപ്പലുകൾ ചരക്ക് ഗതാഗതത്തിന് ഇൻഷുറൻസ് നിർബന്ധമായ സംഗതിയാണ്. ആ ഇൻഷുറൻസ് കൊടുക്കാൻ കമ്പനികൾ വിസമ്മതിക്കും. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നേരത്തെ തന്നെ ഈ ചബഹാർ എന്ന് പറയുന്ന ഒരു തലവേദന പിടിച്ച ഒരു പ്രോസസ്സാണ്. ഈ ഏതെങ്കിലും ഒരു കാലത്ത് ഈ അമേരിക്കയും ഇറാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് കാര്യങ്ങൾ സുഗമമാകും. തൽക്കാലം ഇപ്പോൾ അമേരിക്കയെ പിണക്കാതെ നമുക്ക് നിർവാഹമില്ല. കാര്യം ഇത്രയും വലിയ ഭീമമായ തുക നമ്മളവിടെ ചിലവാക്കി ഇന്ത്യക്ക് പാകിസ്ഥാനെ അവഗണിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയേ പറ്റും. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലോട്ട് അല്ലെങ്കിൽ അത്തരം രാജ്യങ്ങളിൽ വ്യാപാര സാധ്യതകൾ തുറക്കണമെങ്കിൽ ഈ തുറമുഖം വളരെ അത്യാവശ്യമാണ്. അത് കണ്ടുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാശ് മുടക്കിയത്. അപ്പോൾ അമേരിക്കയ്ക്ക് അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിലാണ് ഈ നിലപാടെടുക്കുന്നത്. തൽക്കാലം അനുസരിക്കാൻ സൗകര്യമില്ല. കാര്യം സൗകര്യപ്പെടില്ല. കാര്യം നമുക്ക് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം എടുത്തിരിക്കുന്ന താൽക്കാലികമായ നിലപാട് തൽക്കാലം അമേരിക്കയെ പ്രകോപിപ്പിക്കാൻ പോകണ്ട, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ, ആ ഒരു നിലപാടാണ്. എന്ന് വെച്ച് നമ്മൾ അവിടുന്ന് പിൻവാങ്ങും എന്നും അതിനർത്ഥമില്ല. വരട്ടെ, നോക്കാം. കാര്യം ഒരുപാട് കോടികൾ ഇന്ത്യ വായ്പ അടക്കം എടുത്തിട്ട് നിക്ഷേപിച്ച ഒരു പ്രൊജക്റ്റാണ്. അപ്പം പാകിസ്ഥാൻ്റെ ഈ ഭീഷണി കൊണ്ടൊന്നും അനുസരിക്കാൻ സൗകര്യമില്ലാത്ത, അല്ലെങ്കിൽ സൗകര്യമില്ലാന്ന് തന്നെ ഇന്ത്യ പറയും. പാകിസ്ഥാൻ്റെ അല്ല, അമേരിക്കയുടെ. അതെ. പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്കയെ പിണക്കുക എന്നതിനപ്പുറം ഈ പാകിസ്ഥാനെയും ചൈനയും അവഗണിച്ച് മുമ്പോട്ട് പോകാനായിട്ടുള്ളൊരു സംഗതി. അതുകൊണ്ടാണ് ഇറാൻ എന്ന് പറയുന്നത് ഇന്ത്യയായിട്ട് അത്ര വലിയ സൗഹൃദ രാഷ്ട്രമൊന്നുമല്ല. നമ്മളുമായിട്ട് നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെട്ട് കരാർ എഴുതി കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ആ പ്രൊജക്റ്റുമായിട്ട് മുമ്പോട്ട് പോയത്. ആ സമയത്ത് നമുക്കവിടെ ആ തുറമുഖ വികസനത്തിന് അമേരിക്ക കൂടെ സപ്പോർട്ടായിരുന്നു. കാര്യം അമേരിക്കയുടെ ഉദ്ദേശം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. തൊട്ടപ്പുറത്ത് അഫ്ഗാനിസ്ഥാൻ കിടപ്പുണ്ട്. അവർക്ക് അവരുടെ കാര്യങ്ങൾ നടപടിയാകണമെങ്കിൽ ഇറാൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലല്ലാത്തൊരു തുറമുഖം, പ്രത്യേകിച്ച് ഇന്ത്യ അമേരിക്കയുടെ സൗഹൃദ രാഷ്ട്രമായിരുന്നു. അതൊക്കെ കണ്ടുകൊണ്ടാണ് അമേരിക്ക ഇന്ന് ഇന്ത്യക്ക് ആ തുറമുഖത്തിൻ്റെ ഉപരോധ ഇളവൊക്കെ പ്രഖ്യാപിച്ചു തന്ന കുറച്ചുകൂടി അനുഭാവപൂർവമായ നടപടിയെടുത്തത്. പക്ഷേ ഇപ്പോൾ യു എൻ ഈ ഇറാനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ്. ഈ ആണവ നിർവ്യാപന കരാർ സംബന്ധിച്ച് ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞല്ലോ, വീണ്ടും ഇറാൻ അവരുടെ ആണവ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അമേരിക്കയെ സംബന്ധിച്ച് ഇന്ത്യയോട് പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല, അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ സംഭവമൊക്കെ പിൻവലിക്കുകയാണ്, ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ടാണ് പിൻവലിക്കുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് അതിനപ്പുറം ഇന്ത്യക്ക് ഇന്ത്യയുടേതായ താല്പര്യങ്ങളുണ്ട്. അത് ഇതാണ്, ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാനെ അവഗണിച്ചുകൊണ്ട്, പാകിസ്ഥാനുമായിട്ട് ഇനി എപ്പോഴാണ് അടുത്ത വെടി പൊട്ടുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ആ പാകിസ്ഥാനെ ഇപ്പോൾ തന്നെ നമുക്ക് അതെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. നയതന്ത്രബന്ധം പ്രേക്ഷകർക്ക് തോന്നുന്ന, ഇപ്പോൾ സാധാരണയായിട്ടുള്ളൊരു ആളുകൾക്ക് തോന്നുന്നൊരു ഡൗട്ടാണ്, ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പോർട്ട് ഇറാനിൽ നിന്ന് കരാറിൻ്റെ അടിസ്ഥാനത്തിൽ വാങ്ങിച്ചത്. അതെ. അവിടെ ഇവർ വന്നിട്ട് എന്താണ്, നിങ്ങൾ ഇവിടുന്ന് പിന്മാറി പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ അടിസ്ഥാനപരമായിട്ട് അങ്ങനെ പറയാനുള്ള എന്ത് അവകാശമാണ് അമേരിക്കയ്ക്കുള്ളത്? അതായത് ഇത് ഉപരോധത്തിൻ്റെ പ്രശ്നമാണ്. അത് 45 ദിവസത്തിനുള്ളിൽ നിങ്ങൾ അവിടുത്തെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന കമ്പനികൾക്കോ മറ്റൊന്നോ അന്താരാഷ്ട്ര അംഗീകാരം ഉണ്ടാകില്ല. അതേ ഉള്ളൂ പ്രശ്നം. അല്ലാണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ വെടിവെച്ച് കൊല്ലുന്നൊന്നും അതിനർത്ഥമില്ല. അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളായിരിക്കും ഇതൊക്കെ. അതെ. അതായത് ഇത് ഈ കപ്പൽ ശൃംഖലകളെന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലോട്ട് പോകുമ്പോൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുമല്ലോ. ആ ബന്ധം സ്ഥാപിക്കാൻ പറ്റില്ല ഈ തുറമുഖത്തിലുള്ളവരുമായിട്ട്. അത്രേ ഉള്ള അർത്ഥം. അല്ലാണ്ട് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പിടിച്ചിറക്കി വിടും എന്നൊന്നും അർത്ഥമില്ല. അവരവിടെ തുടർന്നുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. പ്രശ്നം ഇത്രേ ഉള്ളൂ, അവിടെ തുടർന്നുകൊണ്ട് ഒരു കാര്യമില്ല. ഈച്ച ഓടിച്ചിരിക്കാന്നല്ലാണ്ട് ഒരു എന്താ പറയുക, പട്ടിക്കുറുക്കം പോലും അങ്ങോട്ട് തിരിഞ്ഞു കയറില്ല. അത്രേ ഉള്ളൂ കുഴപ്പം.